السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ച് അവൻ്റെ ഇഷ്ടവും പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുവാൻ പരമാവധി പരിശ്രമിച്ചും പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും കഴിയണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. മനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ 9 വിഷയങ്ങളാണ് നാം ഇതുവരെയായി പഠിച്ചത്. 10ാമത്തെ വിഷയം അൽ മഹബ്ബത്തു അഥവാ സ്നേഹം എന്നതാണ്. സ്നേഹമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള വികാരമാണ്. സ്നേഹിക്കാത്തവരും സ്നേഹിക്കപ്പെടാത്തവരും സമൂഹത്തിൽ വളരെ കുറവാണ്. സ്നേഹിക്കണമെന്നും സ്നേഹിക്കപ്പെടണമെന്നും ആഗ്രഹിക്കാത്തവരും മനുഷ്യർക്കിടയിൽ വളരെ വിരളമാണ്. ഈ സ്നേഹമെന്ന് പറയുന്നത് നമുക്കാർക്കെങ്കിലും ഒരു ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കാവുന്ന ഒന്നല്ല. ഏതെങ്കിലും മാർക്കറ്റുകളിൽ പോയാൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനവുമല്ല. എന്നാൽ വളരെ വില കൂടിയതും സ്നേഹത്തോളം വിലയുള്ളതുമായ മറ്റൊരു വിചാരമോ വികാരമോ കാണാൻ സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ സ്നേഹത്തെക്കുറിച്ചുള്ള വർത്തമാനം വളരെ പ്രധാനപ്പെട്ട വർത്തമാനമാണ്. മനുഷ്യനവന്റെ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് സ്നേഹമെന്ന് പറയുന്നത്. ഒരു വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക എന്നത്, അല്ലാഹുവിൻ്റെ സ്നേഹം അവന് ലഭിക്കുക തിരിച്ച് എന്നതും അവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹമെന്ന് പറയുന്നത് ഒരു ഉടലും ഭയവും പ്രതീക്ഷയും ആ ഉടലുമായി റബ്ബിലേക്ക് പറന്നടുക്കാനുള്ള ചിറകുമായാണ് പണ്ഡിതന്മാർ സ്നേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ മത്സരിക്കുന്ന വേദിയാണ് സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ പേരിൽ മത്സരിക്കുന്നവരെ നാം കാണാറുണ്ട്. വളരെ പ്രധാനമായും അങ്ങേയറ്റം പ്രയാസപ്പെട്ട് സ്നേഹം ലഭിക്കാൻ വേണ്ടി മത്സരിക്കുന്നവർ,
സ്നേഹത്തിന്റെ പേരിൽ സ്നേഹിച്ച് അവസാനം സ്നേഹം മത്തുപിടിച്ച് ഭ്രാന്തായി മാറുന്ന അവസ്ഥ. പലപ്പോഴും നല്ല ബുദ്ധിയുണ്ടെന്ന് നാം കരുതുന്ന ആളുകൾ പോലും, പക്വതയുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നവർ പോലും സ്നേഹത്തിന്റെ മുമ്പിൽ അന്ധമായി മാറുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ സ്നേഹമാണ് പ്രതീക്ഷകളുടെ ഏറ്റവും ഉന്നതമായത്. സ്നേഹമാണ് ഓരോരുത്തരുടെയും ആശയുടെ ഏറ്റവും അവസാനത്തേത്. സ്നേഹമാണ് മനുഷ്യ ജീവിതത്തിന്റെ ജീവനും പ്രസരിപ്പും. സ്നേഹമാണ് മനുഷ്യന് ഉന്മേഷവും ആഹ്ലാദവും ഉണ്ടാക്കി തീർക്കുന്നത്. സ്നേഹമില്ലാത്തവർ, സ്നേഹിക്കാൻ സാധിക്കാത്തവർ, സ്നേഹിക്കപ്പെടാത്തവർ ചത്തുപോയ ശവങ്ങൾക്ക് തുല്യമാണ്. സ്നേഹമെന്ന് പറയുന്നത് നമുക്കെവിടെയും കണ്ടെത്താൻ സാധിക്കാത്ത തീവ്രമായ പ്രകാശമാണ്. ആ പ്രകാശം മാത്രമല്ല, അതൊരു ശക്തമായ ഔഷധമാണ്. പല രോഗങ്ങൾക്കും ശമനം നൽകുന്ന സിദ്ധൌഷധമാണ് സ്നേഹമെന്ന് പറയുന്നത്. ആ സ്നേഹമില്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സുകൾക്ക് രോഗം ബാധിക്കുന്നു. നിർവികാരനായി നിൽക്കുന്ന മനുഷ്യനെ നോക്കി നാം പറയുന്നു അവൻ മാനസിക രോഗിയാണ് എന്ന്. നാം മനസ്സുമായി ബന്ധപ്പെട്ട 9 പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായി ആമുഖമായി നാം പറഞ്ഞു വച്ചത് മനസ്സിന്റെ രോഗമാണ്, മാനസിക രോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗമെന്നാണ്. ശാരീരികമായ എല്ലാ രോഗങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് മനസ്സിന്റെ രോഗമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ രോഗത്തിന് ശമനം നൽകുന്ന സിദ്ധൌഷധമാണ് സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹമില്ലാത്ത മനുഷ്യൻ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്, അഥവാ ജീവനില്ലാത്തതാണെന്ന് നാം മനസ്സിലാക്കുക. നമുക്കറിയാം, സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ നാം കേട്ടിട്ടുണ്ട്. എന്തൊക്കെ പ്രയാസങ്ങളും എന്തൊക്കെ പ്രതിസന്ധികളും സ്നേഹത്തിന്റെ പേരിൽ തരണം ചെയ്യാൻ മനുഷ്യൻ സന്നദ്ധനാണ്. താൻ സ്നേഹിക്കുന്നവരെ കാണാനും അവരോടൊന്നിച്ചു ചേരാനും അവരോടൊത്ത് അല്പനേരം സംസാരിക്കാനും അവരോടൊത്ത് ജീവിതം പങ്കിടാനും പ്രവാസികളായ നാം പോലും പലപ്പോഴും ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും സഹനം അവലംബിക്കുകയും ചെയ്ത അവസാനം എന്ത് ത്യാഗം ചെയ്യാനും സന്നദ്ധമായ രൂപമാണ് നമ്മുടെയൊക്കെ മനസ്സുകൾക്കുള്ളത്. നമുക്കറിയാം, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വന്നാലും, എത്ര തന്നെ കാത്തിരിക്കേണ്ടി വന്നാലും, എത്ര തന്നെ പണം ചെലവഴിക്കേണ്ടി വന്നാലും, എന്തൊക്കെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നാലും അത് സ്നേഹിക്കുന്നവന്റെ മനസ്സിൽ വളരെ ചെറുതാണ്. ഒന്നും അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നവർ, സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ, ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിലോ ഈ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പോലും അവന് ആനന്ദമാണ്. അല്ലേ? ചിന്തിച്ചു നോക്കൂ. കാമുകന്മാരുടെയും കാമുകിമാരുടെയും കഥകൾ നാം കേൾക്കാറുണ്ട്. എന്ത് കഷ്ടപ്പാടുകളും താൻ ഇഷ്ടപ്പെടുന്നവരെ, താൻ ഇഷ്ടപ്പെടുന്നതിനെയും ഇഷ്ടപ്പെടുന്നവരെയും പ്രണയിക്കാനും അത് ലഭിക്കുവാനും എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും അതിലാനന്ദം കണ്ടെത്താൻ മനുഷ്യന് സാധിക്കും. സഹോദരങ്ങളെ, ഇവിടെയാണ് നാം സ്നേഹത്തിന്റെ യഥാർത്ഥ ഭാവം എന്ത് എന്ന് മനസ്സിലാക്കേണ്ടത്. നാം ഓർക്കണം സഹോദരങ്ങളെ, ഈ ഒരു സ്നേഹമെന്ന് പറയുന്നത് ഒരു ചെറിയ വാചകമല്ല. അറബി ഭാഷയിൽ ഒരുപാട് പദങ്ങൾ സ്നേഹത്തിന് ഉപയോഗിക്കുന്നുണ്ട്. സ്നേഹവും മഹബ്ബത്ത് എന്ന അർത്ഥത്തിലുള്ള സ്നേഹവും ഇഷ്ക് എന്ന അർത്ഥത്തിലുള്ള കാമവുമുണ്ട്. സ്നേഹവും കാമവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. സ്നേഹം എന്നത് യാഥാർത്ഥ്യമാണ്. സ്നേഹം എന്നതിന് യാഥാർത്ഥ്യത്തിന്റെ അംശമുണ്ട്, ആത്മാർത്ഥതയുടെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ ഹുബ്ബ് എന്ന പദം എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് പണ്ഡിതന്മാർ നടത്തിയ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹുബ്ബ് എന്ന പദം ഉത്ഭവിച്ചത് ഒന്നാമതായി പറയുന്നത് മഹബ്ബത്ത് എന്നത് അതിന്റെ അടിസ്ഥാനം അസ്ലുഹ അസ്സഫ, തെളിമയാണ്.
لأن العرب تقول الصفاء ببياض الأسنان ونضارتها. ഈ പദം അറബികൾ ഉപയോഗിച്ചിരുന്നത് നല്ല വെണ്മയുള്ള പല്ലുകൾക്കായിരുന്നു. നല്ല വെള്ളപ്പല്ല്, മനോഹരമാണ് ആ വെള്ളപ്പല്ല്. സ്നേഹം മനോഹരമായ വെള്ളപ്പല്ല് പോലെ മനോഹരമാണ് എന്ന അർത്ഥത്തിലാണ് ഹുബ്ബ് എന്ന പദം സ്നേഹത്തിന് ഉപയോഗിച്ചു വന്നത്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഹുബാബ് എന്ന പദത്തിൽ നിന്നാണ് ഹുബ്ബ് വന്നത് എന്നാണ്. ഹുബാബ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ വർഷിക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് നിറഞ്ഞു തുളുമ്പുന്ന അവസ്ഥ, അതിനാണ് ഹുബാബ് എന്ന് പറയുന്നത്. അഥവാ ഹുബ്ബ് എന്ന പദം ഹുബാബിൽ നിന്ന് ഉത്ഭവിക്കാനുള്ള കാരണം സ്നേഹിക്കുന്നവന്റെ മനസ്സ് നിറഞ്ഞു തുളുമ്പും. ആ മഴ വർഷിച്ച് വെള്ളം വീഴുന്ന പാത്രം പോലെ നിറഞ്ഞു തുളുമ്പും. അതുകൊണ്ടാണ് ഹുബ്ബ് എന്ന പദം സ്നേഹത്തിന് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മഹബ്ബത്ത് എന്ന പദത്തിന്റെ മറ്റൊരു വിവക്ഷ അറബി ഭാഷയിൽ അൽ-ലുസൂമു വസ്സബാത്ത് എന്നാണ്. അഥവാ സ്ഥിരമായി നിൽക്കുക, മാറാതിരിക്കുക എന്നത്. യഥാർത്ഥ സ്നേഹമുള്ളവൻ ഒരിക്കലും സ്നേഹിക്കുന്നവനിൽ നിന്ന് മാറുകയില്ല. ആ അർത്ഥത്തിലാണ് സ്നേഹം എന്നത്. ഒരിക്കലും മാറാത്ത സ്ഥിരമായി നിൽക്കുന്ന അർത്ഥത്തിലാണ് സ്നേഹം എന്നത് ഉപയോഗിച്ചത് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ, ആശയങ്ങൾ ഹുബ്ബ് എന്ന യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന പദത്തിനുണ്ട് എന്നർത്ഥം. എന്തായിരിക്കട്ടെ, സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് നമുക്കറിയാം. മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും ആരോടും പറയാനോ പ്രതികരിക്കാനോ സാധ്യമല്ലാത്ത, പറയാനോ വിശദീകരിക്കാനോ സാധ്യമല്ലാത്ത, തന്റെ മനസ്സിന് കുളിർമ നൽകുന്ന, തന്റെ കണ്ണിന് സന്തോഷം നൽകുന്ന ഒന്നിനോട് തോന്നുന്ന വികാരത്തെയാണ് സ്നേഹം എന്ന് വിളിക്കുന്നത്. ഈ സ്നേഹം സഹോദരന്മാരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹം ഉണ്ടാകേണ്ടത് നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനോട് മാത്രമല്ല, നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്ന ഏതെങ്കിലും ഒരു സാധനത്തോടല്ല, ഒരു വ്യക്തിയോടല്ല, ഒരു സ്ഥലത്തോടല്ല, അതുപോലെയുള്ള ഏതെങ്കിലും വസ്തുക്കളോടല്ല. നമ്മുടെ സ്നേഹം അണപൊട്ടിയൊഴുകേണ്ടത് പടച്ച തമ്പുരാനോടായിരിക്കണം, അള്ളാഹുവിനോടായിരിക്കണം. അതാണ് നാം ഇവിടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളിലെ 10ാമത്തെ വിഷയമായി സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് കേവലം ഇവിടെയുള്ള ആരെങ്കിലും പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ചല്ല, മറിച്ച് അണപൊട്ടിയൊഴുകേണ്ട, ആവേശത്തോടുകൂടി അണപൊട്ടിയൊഴുകേണ്ട പടച്ച തമ്പുരാനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. പലരും ഈ സ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച് പലരും സംസാരിക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഒരു സ്നേഹം അല്ലാഹു തആലാക്ക് നമ്മോടുണ്ടോ എന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. അള്ളാഹുവിന് നമ്മോട് സ്നേഹമുണ്ടോ ഇല്ലയോ? യാഥാർത്ഥ്യമായ സ്നേഹം നമുക്ക് അള്ളാഹുവിനോടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മെയും സ്നേഹിക്കും. ശരി, എന്താണ് അത്തരത്തിൽ അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള അടയാളങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തേത് ഹുസ്നു തദ്ബീരി ലഹു. ഒരുത്തനെ, ഒരടിമയെ അള്ളാഹു മനോഹരമായ രൂപത്തിൽ, നല്ല രൂപത്തിൽ അവനെ നിയന്ത്രിക്കുകയും ഫയുറബ്ബീഹി മിനത്തഫൂലത്തി അലാ അഹ്സനി നിളാം, നല്ല രൂപത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന നല്ല മനുഷ്യനായി തീരാനുള്ള രൂപത്തിൽ അവനെ പടച്ച റബ്ബ് വളർത്തുന്നുണ്ടോ? വയക്തുബുൽ ഈമാനു ഫീ ഖൽബിഹി, ഒരുത്തന്റെ മനസ്സിൽ അള്ളാഹു വിശ്വാസം ഇട്ടുകൊടുക്കുന്നുണ്ടോ? വയുനവ്വിറു ലഹു അഖ്ലഹു, ആ ഈമാൻ മുഖേന അവന്റെ മനസ്സിനെ അള്ളാഹു പ്രകാശിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഫയജ്തബീഹി ലിമഹബ്ബതിഹി, അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള അങ്ങേയറ്റത്തെ ആവേശം അവന്റെ മനസ്സിലുണ്ടായി തീരുന്നുണ്ടോ? വയസ്തഖ്ലിസുഹു ലിഇബാദതിഹി, അത് മുഖേന ഇബാദത്തുകളിൽ ഇഖ്ലാസ് എന്ന രൂപം അവനുണ്ടാക്കി തീർക്കാൻ സാധിക്കുന്നുണ്ടോ? ഫയശ്ഗുലു ലിസാനഹു ബിദിക്രിഹി വജവാരിഹുഹു ബിതാഅതിഹി,
അത് മുഖേന അവന്റെ നാവ് പടച്ച റബ്ബിനെ സ്മരിക്കുന്നതിലും അവന്റെ മറ്റവയവങ്ങൾ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നതിനും സഹായകമാകുന്ന രൂപത്തിൽ അവന് മാറ്റാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെയാണ് അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നറിയാനുള്ള ഒന്നാമത്തെ ലക്ഷണം. അഥവാ പടച്ച റബ്ബ് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു തൗഫീഖ്, അനുഗ്രഹം നമുക്ക് നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന്. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തികൾ ചെയ്ത്, അള്ളാഹുവിന് സ്നേഹമുള്ള പ്രവർത്തികൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാവുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ടോ ഇല്ലയോ എന്നത്, അതാണ് സ്നേഹിക്കുന്നുണ്ടോ അള്ളാഹു എന്നറിയാനുള്ള ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം അർരിഫ്ഖു ബിൽ അബ്ദി വൽ മുറാദു അല്ലീനു വൽ ലുത്ഫ്. ഒരടിമയോട് അള്ളാഹു മാർദ്ദവമുള്ള രൂപത്തിൽ സ്നേഹത്തോടുകൂടി ഒരു സ്നേഹിക്കുന്നവനോട് എങ്ങനെയാണോ സ്നേഹിക്കുന്നവൻ പെരുമാറുന്നത് ആ രൂപത്തിൽ അള്ളാഹു പെരുമാറുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. അള്ളാഹു എന്നോട് വളരെ സോഫ്റ്റ് ആയിട്ടാണോ പെരുമാറുന്നത്? അള്ളാഹു എനിക്കിഷ്ടമുള്ളതെല്ലാം നൽകി, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നൽകി, എന്റെ പാരത്രിക ജീവിതത്തിന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന എല്ലാം നൽകി എന്നെ മാർദ്ദവമായ രൂപത്തിൽ, ജീവിതത്തിന്റെ പരുപരുത്ത പ്രയാസങ്ങളൊന്നും അനുഭവിക്കാത്ത രൂപത്തിൽ എന്നെ പടച്ച റബ്ബ് സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ പരിശോധിക്കുക. അതാണ് അള്ളാഹുവിന്റെ സ്നേഹമുണ്ട് എന്നറിയാനുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അൽ ഖബൂലു ഫിൽ അർദ്. ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ടോ ഇല്ലയോ? ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഖബൂലുൽ ഖുലൂബി ലിഹാദൽ അബ്ദ് അല്ലദീ യുഹിബ്ബുഹു റബ്ബ്. റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സ്വീകാര്യത, റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സ്വീകാര്യത അവന് ഭൂമിയിൽ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ? അത് പരിശോധിക്കേണ്ടതാണ് ഓരോരുത്തരും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ് ഞാൻ പലതവണ നിങ്ങളെ കേൾപ്പിച്ചതാണ് സ്നേഹവുമായി ബന്ധപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയട്ടെ, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീൽ ഫഖാല ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ. അല്ലാഹു തആല ഒരാളെ സ്നേഹിച്ചാൽ അല്ലാഹു ജിബ്രീലിനെ വിളിക്കും, എന്നിട്ട് പറയും ഞാൻ ഇന്ന ആളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീയും അവനെ സ്നേഹിക്കണം എന്ന്. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അവനെ സ്നേഹിക്കും. മാത്രമല്ല സുമ്മ യുനാദി ഫിസ് സമാഇ ഫയഖൂൽ, പിന്നീട് ജിബ്രീൽ ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു, തീർച്ചയായും അല്ലാഹു ഇന്നയാളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവനെ സ്നേഹിക്കണം എന്ന് പറയും. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, അപ്പോൾ ആകാശവാസികളായ മലക്കുകൾ മുഴുവൻ അവനെ സ്നേഹിക്കും. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നീട് ഈ സ്വീകാര്യത അവന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഭൂമിയിൽ സ്വീകാര്യത കിട്ടും. ഇതാണ് അള്ളാഹു ഇസ്ലാം ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിലുള്ള സ്വീകാര്യത. ഇത് തന്നെയാണ് നേരെ വിപരീതമായ അവസ്ഥയും. വഇദാ അബ്ഗള അബ്ദൻ, അള്ളാഹു ഒരടിമയെ വെറുത്താൽ ഈ പറഞ്ഞതിന്റെ നേരെ വിപരീതമായ അവസ്ഥ. ജിബ്രീലിനെ അള്ളാഹു വിളിക്കും, ജിബ്രീലിനോട് അള്ളാഹു പറയും ഞാൻ നിന്നാളെ വെറുക്കുന്നു, അതുകൊണ്ട് നീ അവനെ വെറുക്കണം. ജിബ്രീൽ ആകാശലോകത്ത് വിളിച്ചു പറയും അള്ളാഹു ഇന്നാളെ വെറുക്കുന്നു എന്ന് വിളിച്ചു പറയും. ആകാശലോകത്തുള്ളവരെല്ലാം അവനെ വെറുക്കും. എന്നിട്ട് സുമ്മ തൂളഉ ലഹുൽ ബഗ്ദാഉ ഫിൽ അർദ്, ആ വെറുപ്പ്, ആ കോപം ഭൂമിയിലേക്ക് പ്രവഹിക്കും. ഇതാണ് സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും അടിസ്ഥാനം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ രൂപത്തിലുള്ള ഒരു സ്വീകാര്യത നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം പരിശോധിക്കുക. അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. നാലാമത്തേത്, റബ്ബ് സ്നേഹിക്കുന്നു എന്നറിയാനുള്ള നാലാമത്തെ അടയാളം, റബ്ബ് സോഫ്റ്റ്, മാർദ്ദവത്തോടുകൂടി ലീനമായി നമ്മോട് പെരുമാറും, റബ്ബ് നമുക്ക് സ്വീകാര്യത നൽകുമെന്നൊക്കെ പറഞ്ഞതോടൊപ്പം തന്നെ നാലാമതായി മനസ്സിലാക്കുക, റബ്ബ് സ്നേഹിക്കുന്നു എന്നറിയാനുള്ള നാലാമത്തെ അടയാളം അൽ ഇബ്തിലാ, പരീക്ഷണമാണ്. കഠിനമായ പരീക്ഷണം. കഠിനമായ പരീക്ഷണം നമുക്കുണ്ടാകുന്നുണ്ടോ എങ്കിൽ അതിനർത്ഥം അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല. വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വനബ്ലുവ അഖ്ബാറകും. തീർച്ചയായും നാം അഥവാ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. കഠിനമായ പരീക്ഷണം. എന്തിനാണ് ഈ പരീക്ഷണം?
ഹത്താ നഅലമൽ മുജാഹിദീൻ. നിങ്ങളുടെ കൂട്ടത്തിൽ മുജാഹിദുകൾ എത്ര പേരുണ്ട് എന്നറിയാൻ. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ എന്ത് ത്യാഗവും സഹിക്കാൻ, ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ക്ഷമയോടെ, കരുത്തോടെ, സ്ഥൈര്യമായ പാദങ്ങളോടെ റബ്ബിന്റെ മാർഗത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വന്നാൽ പോലും ഉറച്ച സ്റ്റെപ്പോടുകൂടി നിൽക്കാൻ സാധിക്കുന്നവരാര്? അതാണ് മുജാഹിദ്. അത്തരത്തിലുള്ള മുജാഹിദുകൾ ആര് എന്ന് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നു. ചിന്തിച്ചു നോക്കൂ. ഒരു സംഭവം ഞാൻ പറയട്ടെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത വഫാത്താകുന്ന അവസാനത്തെ സന്ദർഭത്തിലേക്ക് വീട്ടിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായി പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭമാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അല്ല, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്നെ ആ സംഭവം വിവരിക്കുന്നു. ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുഅഖു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന സന്ദർഭമാണ്. ഫവദഅതു യദി അലൈഹി, എന്റെ കൈ ഞാൻ നബി തിരുമേനിയുടെ ശരീരത്തിൽ വെച്ചു. ഫവജത്തു ഹർറഹു ബൈന യദി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ ചൂട്, വേദന കൊണ്ടും പനി കൊണ്ടും അനുഭവിക്കുന്ന ശക്തമായ ചൂട് എന്റെ കൈക്ക് അനുഭവപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതപ്പ് കൊണ്ട് പുതച്ചിരിക്കുന്നു. ആ പുതപ്പിന് മുകളിലാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു കൈവച്ചത്. ആ പുതപ്പിന് മുകളിലേക്ക് പോലും തിരുമേനിയുടെ വേദനയുടെയും പനിയുടെയും ചൂട് പൊന്തി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മാ അശദ്ദഹ അലൈക്. അല്ലാഹുവിന്റെ റസൂലേ, എന്ത് കഠിനമാണ്, എന്തോ ഒരു വേദനയാണ്, എന്തോ ഒരു ചൂടാണ്, എന്തോ ഒരു പ്രയാസമാണ് റസൂലേ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുന്നു, ഇന്നാ കദാലിക് യുദഅഫു ലനൽ ബലാ വയുദഅഫു ലനൽ അജ്ർ. അതെ അതെ അബൂ സഈദ്, ഞങ്ങൾ അപ്രകാരമാണ്. ഞങ്ങൾ പ്രവാചകന്മാർ യുദഅഫു ലനൽ ബലാ, ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ ഇരട്ടി ഇരട്ടിയാണ്. കമാ യുദഅഫു ലനൽ അജ്ർ, ഞങ്ങൾക്ക് പ്രതിഫലവും ഇരട്ടി ഇരട്ടി ലഭിക്കുന്നത് പോലെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് ഇരട്ടിയാണ്. നോക്കൂ സഹോദരങ്ങളെ, സ്നേഹിക്കുന്നതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കാതിരിക്കണമായിരുന്നുവെങ്കിൽ, വേദനയുടെയും പനിയുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വരാതിരിക്കണമായിരുന്നുവെങ്കിൽ അത് ലഭിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വേദനയ്ക്കിടയിലും അബൂ സഈദ് അൽ ഖുദ്രി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അശദ്ദു ബലാ. അല്ലാഹുവിന്റെ റസൂലേ, പറഞ്ഞു തരുമോ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വരിക ആരായിരിക്കും റസൂലേ? നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കാനുള്ള സഹാബത്തിന്റെ അങ്ങേയറ്റത്തെ ആവേശം, വേദന കൊണ്ട് റസൂലുള്ള പിടയുന്ന ഘട്ടത്തിൽ പോലും ദീനിനെ കുറിച്ച് ചോദിക്കുകയാണ്. ആരാണ് റസൂലേ? വേദന അനുഭവിക്കുന്നവർ. തിരുമേനി പ്രതികരിക്കുന്നു, ഖാല അൽ അംബിയാ, ഏറ്റവും കൂടുതൽ വേദനിക്കുക പ്രവാചകന്മാരായിരിക്കും. ഖുൽതു, അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ചോദിച്ചു. അബൂ സഈദ് അൽ ഖുദ്രി പറയുന്നു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് സുമ്മ മൻ, പിന്നീട് ആരായിരിക്കും റസൂലേ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നവർ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സാലിഹൂൻ, നല്ല മനുഷ്യന്മാരായിരിക്കും, സാലിഹീങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാവുക. ഇൻ കാന അഹദുഹും ലയബ്തലി ബിൽ ഫഖർ ഹത്താ മാ യജിദു അഹദുഹും ഇല്ലൽ അബാഅത യുഹവ്വീഹാ. അവരുടെ കൂട്ടത്തിൽ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷണം അനുഭവിക്കുന്നവരുണ്ടാകും. എത്രയെന്നറിയാമോ? ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെട്ട് വിശന്ന് ബുദ്ധിമുട്ടി ദാഹിച്ച് വലഞ്ഞിട്ട് ഒരു തട്ടം കൊണ്ട് തന്റെ മൂക്കും തന്റെ വായയും ഒന്നാകെ കെട്ടുന്ന ഒരു തട്ടം മാത്രം ബാക്കിയാകുന്ന ഘട്ടം.
അത്തരത്തിലുള്ള ശക്തമായ പരീക്ഷണത്തിന്റെ ഘട്ടം സാലിഹീങ്ങൾക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. എന്നിട്ട് തിരുമേനി പറഞ്ഞു, വഇൻ കാന അഹദുഹും, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ തീ തുപ്പുന്ന രംഗങ്ങൾ വന്നാൽ പോലും അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നോ, വഇൻ കാന അഹദുഹും ലയഫ്റഹു ബിൽ ബലാ, ആ പരീക്ഷണങ്ങളെ കൊണ്ടവർ സന്തോഷിക്കും. കമാ യഫ്റഹു അഹദുക്കും ബിർറഖാ, നിങ്ങൾക്കൊക്കെ ജീവിതത്തിലെ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ, സമൃദ്ധി ലഭിക്കുമ്പോൾ, സുഖം ലഭിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാറില്ലയോ? അപ്രകാരം സന്തോഷിക്കും അവരെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരാ, സാലിഹീങ്ങളുടെ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദീനിന്റെ മാർഗത്തിൽ, ദഅവത്തിന്റെ മാർഗത്തിൽ, ദീനനുസരിച്ച് ജീവിക്കുന്ന മാർഗത്തിൽ വല്ല പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വേദനയോ അനുഭവിക്കേണ്ടി വന്നാൽ സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിക്കാൻ നമുക്കാവണം. സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസിയായതിന്റെ പേരിൽ, മുഅ്മിനായതിന്റെ പേരിൽ വല്ല പരീക്ഷണങ്ങളും നേരിട്ടാൽ ഇതാ റബ്ബെന്നെ സ്നേഹിക്കുന്നു, അതിന്റെ അടയാളം വന്നു കഴിഞ്ഞു എന്ന് മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ നമുക്കാവണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിച്ചു തന്നത്. അഞ്ചാമത്തെ അടയാളം, നമ്മെ അല്ലാഹു സ്നേഹിക്കുന്നുവോ എന്നറിയാനുള്ള അഞ്ചാമത്തെ അടയാളം, അൽ മൗതു അലാ അമലിൻ സാലിഹ്, ഒരു സൽക്കർമ്മത്തിലൂടെ മരിക്കാൻ നമുക്ക് സാധിക്കുമോ? അതാണ് റബ്ബ് സ്നേഹിക്കുന്നവരെ റബ്ബ് അങ്ങനെയാണ് മരിപ്പിക്കുക. ഒരു സൽക്കർമ്മത്തിലൂടെ അള്ളാഹു മരിപ്പിക്കും. ഒരു സൽക്കർമ്മം ചെയ്ത ശേഷം ഞാൻ വരികയായിരുന്നു, അപ്പോൾ എന്റെ വണ്ടി ഇടിച്ചു. ജനങ്ങൾ പറയും ആകസ്മികമായ നിര്യാണം എന്ന്. അല്ല, റബ്ബെനിക്ക് വിധിച്ചതാണ്. റബ്ബിന് എന്നോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ട് റബ്ബ് കാത്തു നിൽക്കുകയായിരുന്നു ഞാനൊരു സൽക്കർമ്മം ചെയ്യാൻ. ആ സൽക്കർമ്മം ചെയ്ത ഉടനെ റബ്ബെന്നെ പിടിച്ചുകൊണ്ടുപോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമസ്കാരത്തിൽ നിന്ന് വീണ് മരിച്ചവരെ കുറിച്ച്, സുജൂദിൽ കിടന്നിട്ട് എഴുന്നേൽക്കാത്ത മനുഷ്യരെ കുറിച്ച്, ഖിയാമുൽ ലൈൽ നമസ്കരിച്ച് സുന്നത്തിന് വേണ്ടി കിടന്നപ്പോൾ മരിച്ചവരെ കുറിച്ച്, ഫജ്ർ നമസ്കരിക്കാൻ എഴുന്നേൽക്കാൻ സാധിക്കാതെ ജീവൻ വിട പറഞ്ഞവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സഹോദരങ്ങളെ, മനസ്സിലാക്കുക, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഇമാം അൽബാനി സഹീഹാണെന്ന് പറഞ്ഞ ഹദീസ്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അസ്സലഹു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അസ്സലഹു, അല്ലാഹു ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തേനൂറ്റുന്നത് പോലെ അവനെ ഊറ്റിക്കൊണ്ടുപോകും. അസൽ എന്ന് പറഞ്ഞാൽ തേൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തേൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന്. തേൻ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? തേനിന്റെ പലക എടുത്ത് ഇങ്ങനെ പിഴിയുകയാണ്. അസ്സലഹു, അല്ലാഹു ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതുപോലെ പടച്ചറബ് ഊറ്റിക്കൊണ്ടുപോകും. ഖാലു, സഹാബത്തിന് മനസ്സിലായില്ല, വമാ അസ്സലഹു, എന്താണ് റസൂലെ ഈ തേനൂറ്റുന്നത് പോലെ ഊറ്റുക എന്ന് പറഞ്ഞാൽ? ഞങ്ങൾക്കിത് മനസ്സിലായില്ലല്ലോ. തിരുമേനി വിശദീകരിച്ചു, യുവഫിഖു ലഹു അമലൻ സാലിഹൻ ബൈന യദൈ അജലിഹി ഹത്താ യർദ അൻഹു ജീറാനഹു ഔ മൻ ഹൗലഹു. യുവഫിഖു ലഹു അമലൻ സാലിഹൻ, അല്ലാഹു തആല ബൈന യദൈ അജലിഹി, അവന്റെ അവധി തീരുന്ന സമയത്ത്, അവധിക്ക് മുമ്പിൽ ഒരു നല്ല കാര്യം ചെയ്യാനുള്ള തൗഫീഖ് അവന് നൽകും. സഹോദരാ, ഇതിനാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സലഹു എന്ന പദം പ്രയോഗിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ നിന്ന് മരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ കുറിച്ച്, സഹോദരികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും എന്റെ പിതാവോ എന്റെ മാതാവോ അപ്രകാരം മരിച്ചാൽ, അല്ലോ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്ന് എനിക്ക് കാണാനുള്ള തൗഫീഖ് ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് പേടിക്കുന്നവരെ കുറിച്ച്, പ്രയാസപ്പെടുന്നവരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും. പക്ഷേ സഹോദരാ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിനി ആ പ്രയാസം വേണ്ട. കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ ലക്ഷണമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലക്ഷണങ്ങൾ 5 ലക്ഷണങ്ങളാണ് നാം പറഞ്ഞത്. ഈ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുക. റബ്ബിന്റെ സ്നേഹം നമുക്കുണ്ടോ എന്നറിയാൻ. ഇനി നാം മനസ്സിലാക്കേണ്ടത്, റബ്ബിനെ നാം സ്നേഹിക്കുന്നുണ്ടോ എന്നറിയണം. തിരിച്ചും വേണ്ടേ? റബ്ബ് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം?
നാം അങ്ങോട്ട് സ്നേഹിക്കണം. നമുക്കറിയാമല്ലോ, സ്വാഭാവികമായി ഒരാളെ നാം സ്നേഹിച്ചെങ്കിൽ മാത്രമേ അയാളിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടുകയുള്ളൂ. അയാളിൽ നിന്ന് സ്നേഹം കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുകയും നാം അയാളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്താൽ നാം ബുദ്ധിയില്ലാത്തവനായി പോകും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ റബ്ബിന്റെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള റബ്ബിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ റബ്ബിനെ നാം സ്നേഹിക്കുന്നുവോ എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ദീനിൽ, ഇസ്ലാം മതത്തിൽ ഈ റബ്ബിനെ കുറിച്ചുള്ള സ്നേഹത്തെ കുറിച്ച് പറയുന്ന 1-2 കക്ഷികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒന്നാമത്തേത് ത്വരീഖത്തിന്റെ കക്ഷികളാണ്. അവര് പറയാറുള്ളത്, റബ്ബിനെ സ്നേഹിച്ച് റബ്ബിന്റെ പദവിയിലേക്ക് എത്താൻ ഞങ്ങളുടെ ത്വരീഖത്തിന്റെ ശൈഖുമാർക്ക് സാധിക്കുമെന്ന് പറയുന്നവർ. രണ്ടാമത്തെ വിഭാഗം സൂഫികളാണ്. സൂഫികൾ പറയുന്നത്, റബ്ബിനെ സ്നേഹിച്ച് റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് സൂഫിയായി സൂഫിസത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തിയാൽ പിന്നീട് പലപ്പോഴും സൂഫിസത്തിന്റെ വഴിപിഴച്ച ആശയങ്ങളുടെ, ആദർശങ്ങളുടെ ഭാഗമായി അവർ പറഞ്ഞുപോയി. പിന്നീട് ഇവൻ ചിന്തിക്കുന്നത് അള്ളാഹു ചിന്തിക്കുന്നതായിരിക്കും. പിന്നീട് അവൻ തന്നെ പലപ്പോഴും അള്ളാഹു ആകും. ഈ ഗ്രീക്ക് ഫിലോസഫി മുമ്പ് കാലങ്ങളിൽ, അബ്ബാസിയ ഭരണകാലഘട്ടത്തിൽ ഗ്രീക്ക് ഫിലോസഫി അറബ് ഭാഷയിലേക്ക് അന്നത്തെ ഖലീഫമാരുടെ ഔദാര്യം കൊണ്ട് പരിഭാഷപ്പെടുത്തപ്പെട്ടപ്പോൾ കടന്നുകൂടിയ ഗ്രീക്ക് ഫിലോസഫിയിലെ പല ചിന്തകളും പിന്നീട് മുസ്ലിം ചിന്തകന്മാരെന്ന് പറയുന്ന സൂഫികളുടെ പേനകളിലൂടെ, ചിന്തകളിലൂടെ, ബുക്കുകളിലൂടെ നമുക്ക് കിട്ടി. അതിന്റെ ഭാഗമായി സ്നേഹമെന്ന് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നുവോ എന്നറിയാൻ ഏതെങ്കിലും പ്രത്യേക ത്വരീഖത്തിൽ ചേരുകയല്ല വേണ്ടത്. സൂഫിയായി ഏതെങ്കിലും ഒരു മലക്ക് മുകളിൽ ആരും കാണാത്ത, ഒരു തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ എത്താത്ത ഒരു പ്രദേശത്തൊഴിഞ്ഞു നിന്നാൽ സ്നേഹമല്ല. പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ജൂതന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഈ പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്നേഹം അഭിനയിച്ച ഒന്നാമത്തെ കക്ഷി ജൂതന്മാരായിരുന്നു. സൂഫിസത്തിന് മുമ്പ്, ത്വരീഖത്തുകാർക്ക് മുമ്പ് അവര് പറഞ്ഞു, വഖാലത്തിൽ യഹൂദു നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ. ജൂതന്മാർ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ഖുർആൻ അവരോട് ചോദിച്ചു, ഖുൽ ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നബിയെ, നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്ക്, ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും, പിന്നെന്തിനാണ് നിങ്ങളുടെ പാപം കാരണമായി നിങ്ങളെ അല്ലാഹു ശിക്ഷിക്കുന്നത്? അല്ലേ അല്ല, നിങ്ങൾ റബ്ബിന്റെ ഇഷ്ടപ്പെട്ടവരല്ല. ആർക്കും സ്വയം ഞങ്ങൾ റബ്ബിന്റെ ഇഷ്ടപ്പെട്ടവരാണെന്ന് വാദിച്ചാൽ റബ്ബിന്റെ ഇഷ്ടം കിട്ടിയവരാവുകയില്ല. ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആ റബ്ബ് സൃഷ്ടിച്ച മനുഷ്യർ മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ സ്നേഹം കിട്ടി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ത്വരീഖത്തിന്റെ ശൈഖുമാരോടും സൂഫി നേതാക്കന്മാരോടും നമുക്ക് പറയാനുള്ളത്, അല്ല, ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിസ്കരിക്കേണ്ടയില്ലാന്നാ. സ്നേഹത്തിന്റെ, റബ്ബിനോട് അടുത്തതിന്റെ അങ്ങേയറ്റത്തെ കാരണത്താൽ നമസ്കരിക്കേണ്ടതില്ല. എന്താ? അങ്ങനെ മതി, അത്ര മതി എന്നാ. 40 തടിയുണ്ട്, വേറെ ഒരു തടി എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ട് എന്നാ. സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ ഹാലിൽ, അവസ്ഥയിലെത്തിയപ്പോൾ കിട്ടിയ വരദാനമാണത്രേ, സമ്മാനമാണത്രേ. ജീവിച്ചിരിക്കുന്ന ഉദാഹരണം എത്രയാണ് ഈ വിഷയത്തിൽ. പറയാം, ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ്. അല്ല, നിങ്ങളൊക്കെ സാധാരണ മനുഷ്യർ മാത്രമാണ്. ആർക്കും പറയാലോ എന്നെ അള്ളാഹു സ്നേഹിക്കുന്നു എന്നാർക്കും പറയാം. പക്ഷേ ഈ ജൂതന്മാര് പറഞ്ഞതുപോലെ വെറും വർത്തമാനമാണത്. സ്നേഹിക്കുന്നുവോ ഇല്ലയോ എന്നറിയാൻ അടയാളമുണ്ട്. ആ അടയാളങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. നിരന്തരമായ, കഠിനമായ പരീക്ഷകളിലൂടെ പടച്ച റബ്ബ് ഒരടിമ അവനെ സ്നേഹിക്കുന്നുവോ എന്ന് മനസ്സിലാക്കും. ആ അടയാളത്തിലേക്ക് ഈ സമൂഹം എത്തിയിട്ടുണ്ടോ എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഒന്നാമത്തെ ലക്ഷണം, അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഒന്നാമത്തെ ലക്ഷണം, ഹുബ്ബു ലിഖാ അല്ലാഹി തആല. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടം. നമുക്കറിയാം, നാം ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരുത്തിയെയോ ഒരുത്തനെയോ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ കാണാൻ നമ്മുടെ മനസ്സ് കൊതിക്കും, അല്ലേ?
അവനെ കാണാൻ നമ്മുടെ മനസ്സ് കൊതിക്കും. അങ്ങനെയുള്ള ഒരു കൊതി, അങ്ങനെയുള്ള ശക്തമായ ഒരു കൊതി മനസ്സിന്റെ മൂലയിൽ റബ്ബിനെ കാണാൻ നമുക്കുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പറയട്ടെ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസ്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അല്ലാഹുവിനെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, തിരിച്ചും അവനെ കാണാൻ അല്ലാഹുവിനും കൊതിയാണ്. ആർക്കെങ്കിലും അല്ലാഹുവിനെ കാണുന്നത് വെറുപ്പാണെങ്കിൽ തിരിച്ചും കരിഹല്ലാഹു ലിഖാഅഹു, അല്ലാഹുവിന് അവനെ കാണുന്നതും വെറുപ്പാണ്. സഹോദരാ, ഇത് നാം മനസ്സിലാക്കണം. അള്ളാഹുവിനെ കാണാനുള്ള കൊതി നമ്മുടെ മനസ്സിന്റെ അഗാധതയിൽ ഉണ്ടാകണം. പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ എപ്പോഴാണ് എനിക്ക് സമയമാവുക എന്ന് ആവേശത്തോടെ മനസ്സിൽ പേറി നടക്കാൻ നമുക്കാവണം. നാം സ്നേഹിച്ച നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ കാണാൻ ഏതുപോലെ ആ സമയം നമ്മുടെ മനസ്സിൽ നാം ആവേശത്തോടെ പേറി നടക്കുന്നുവോ, അതുപോലെ റബ്ബിനെ കാണാനുള്ള അവസരം എപ്പോഴാണ് എന്ന മനസ്സിന്റെ അങ്ങേയറ്റത്തെ കൊതിയുമായി നടക്കേണ്ടവനാണ് മനുഷ്യൻ. ശരി സഹോദരാ, എവിടെ വെച്ചാണ് നാം റബ്ബിനെ കാണുക? നമുക്കറിയാം, റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒന്നാമത്തെ സന്ദർഭം മരണമാണ്. മരണം. രണ്ടാമത്തേത് യൗമുൽ ഖിയാമത്ത്, ഉയർത്തെഴുന്നേൽപ്പ് നാളാണ്. മൂന്നാമത്തേത് അസ്സാലിസു അൽലിഖാഉ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ചുള്ള അല്ലാഹുവിനെ കണ്ടുമുട്ടലാണ്. ശരി, ഒന്നാമത്തേത് മരണമാണ്, രണ്ടാമത്തേത് യൗമുൽ ഖിയാമത്താണ്, മൂന്നാമത്തേത് സ്വർഗ്ഗത്തിൽ വെച്ചുള്ള കാണലാണ്. എന്താണ് ഈ പറയുന്നത്? ഒന്നാമതായി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള സന്ദർഭമായ മരണം ഞാൻ കൊതിക്കണമെന്നാണോ? സഹോദരാ, മരണത്തെ കൊതിക്കണമെന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. മരണമെന്ന് പറയുന്നത് റബ്ബിനെ കാണാനുള്ള ഒന്നാമത്തെ ഘട്ടമാണെന്ന് നാം മനസ്സിലാക്കണം. ഇതിനർത്ഥം മരണത്തെ നാം കൊതിക്കണമെന്നല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കട്ടെ, ലാകിൻ ഇദാ നസലൽ മൗതു ബിൽ അബ്ദി സ്സാലിഹി അഹബ്ബ നുസൂലഹു. മരണം വരണമെന്ന് നാം ആഗ്രഹിക്കാൻ പാടില്ല, മരിക്കണമെന്ന് നാം ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഏറ്റവും ഉന്നതമായ ആശയം. എന്നാൽ മരണം നമുക്ക് വന്നാൽ, ഇദാ നസലൽ മൗതു ബിൽ അബ്ദി സ്സാലിഹ്, സാലിഹായ ഒരടിമക്ക് മരണം സംഭവിച്ചാൽ അതിന്റെ പേരിൽ നിങ്ങൾ അനാവശ്യമായ പേക്കൂത്തുകൾ നടത്തരുത്. അത് പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയരുത്. അകാലചരമെന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് വന്നു പോകരുത്. കാലചരമമാണത്. നിങ്ങൾ എന്തു ചെയ്യണം? അങ്ങനെ മരണം സംഭവിച്ചാൽ അഹബ്ബ നുസൂലഹു, ആ മരണത്തെ പുൽകാൻ സ്നേഹമുള്ളവരാകണം നിങ്ങൾ. മരണത്തെ ഇഷ്ടപ്പെടണം നിങ്ങൾ. നിങ്ങൾ മരണത്തെ വെറുക്കുന്നവരാകരുത്. അതാണ് വേണ്ടത്. കാരണം ലിഅന്നഹു സയഫ്ദി ബിഹിൽ ആന ഇലാ ലിഖാഇല്ലാ, കാരണം മരണത്തോടുകൂടി അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എത്തിച്ചേരുകയാണ്. വമാ അഅദ്ദ ലഹു മിനസ് സവാബി വന്നഈം, അള്ളാഹു അവൻ ഒരുക്കി വെച്ചിട്ടുള്ള മഹത്തായ പ്രതിഫലത്തിലേക്കും ക്ഷീണമില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, അല്ലലുകളില്ലാത്ത, അലട്ടലുകളില്ലാത്ത സുഖസമ്പൂർണമായ ജീവിതത്തിലേക്കും എത്തുകയാണ്. അതാണ് റബ്ബ് പഠിപ്പിച്ചത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ. എവിടെയാണ് ആ മഖ്അദ് ഉള്ളതെന്നോ? ഇൻദ മലീകിൻ മുഖ്തദിർ. റബ്ബിനെ കുറിച്ച് പറഞ്ഞ വാചകം എത്ര രസകരമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാഹുവിലേക്ക് എത്താൻ നമുക്ക് കൊതി തോന്നണം. അള്ളാഹുവിലേക്ക് എത്താൻ നമുക്ക് ആഗ്രഹമുണ്ടാകണം. മരണത്തെ കൊതിക്കണമെന്നല്ല, മരണത്തെ ആഗ്രഹിക്കണമെന്നല്ല. മരണം വന്നു കഴിഞ്ഞാൽ അതൊരു മുസീബത്തായി, അതൊരു ബലായി, പരീക്ഷണമായി, പ്രയാസമായി, പ്രതിസന്ധിയായി ആരും കരുതരുത്. കാരണം മൻകാന യർജൂ ലിഖാ അല്ലാഹ്, അല്ലാഹു പറയുന്നു, മൻകാന യർജൂ ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുവാൻ ആരെങ്കിലും
തീർച്ചയായും അള്ളാഹുവിന്റെ അവധി അവന് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണമെന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾ പേടിച്ചു പോകരുത്. അങ്ങനെ പേടിച്ചോടേണ്ട ഒന്നല്ല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. അല്ലേ, നിങ്ങൾ പേടിച്ച് വിരണ്ടോടിയിട്ട് എന്ത് കാര്യം? ഇവിടെ ആരെങ്കിലും ഉണ്ടോ മരിക്കാത്തവർ? ഇല്ലല്ലോ. ശക്തി കൊണ്ടും സമൃദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും ടെക്നോളജിയുടെ കഴിവ് കൊണ്ടുമാണ് മരണം സംഭവിക്കാതിരിക്കണം എന്നത് എങ്കിൽ ആരൊക്കെ ഇവിടെ ബാക്കിയാകണമായി? ആരും ബാക്കിയായില്ലല്ലോ. ഖുർആന്റെ മനോഹരമായ സന്ദേശം, ഖം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. എത്രയെത്ര എസ്റ്റേറ്റുകളാണ് ഇവിടെ അവർ വിട്ടേച്ചു പോയിട്ടുള്ളത്. എത്രയെത്ര തോട്ടങ്ങളാണ് അവർ ഇവിടെ വിട്ടേച്ചു പോയത്. എത്രയെത്ര ഉന്നതമായ പദവികളാണ് അവർ ഇവിടെ വിട്ടേച്ചു പോയത്. എത്രയെത്ര സ്ഥാനമാനങ്ങളാണ് ഇവിടെ കാണുന്നത്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. അവർ സുഖിച്ച് ഭോഗിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന സുഖ സൗകര്യങ്ങളും സമൃദ്ധികളും കേന്ദ്രങ്ങളും ഒക്കെ ഇവിടെയുണ്ടല്ലോ. ഭൂമിയുടെ നിയമം, പ്രകൃതിയുടെ നിയമം, അലംഘനീയമായ റബ്ബിന്റെ നിയമം, അതൊക്കെ പടച്ച റബ്ബ് കുറെ സമയം കഴിഞ്ഞാൽ മറ്റൊരു സമൂഹത്തിന് അനന്തരാവകാശമായി നൽകും. അതുകൊണ്ട് വല്ലതും സംഭവിക്കുമോ? ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻളരീൻ. അതിന്റെ പേരിൽ ഇതൊക്കെ കണ്ടു നിന്ന ആകാശമോ ഭൂമിയോ ഒരിറ്റ് കണ്ണുനീര് പോലും പൊഴിച്ചിട്ടില്ല, പൊഴിക്കേണ്ടി വന്നിട്ടില്ല. വമാ കാനൂ മുൻളരീൻ. അവർക്ക് വേണ്ടി ഒരൽപ്പം സാവകാശമാകട്ടെ എന്ന് കരുതി വിധി കാത്തു നിന്നിട്ടുമില്ല എന്ന് റബ്ബ് പച്ചയായി നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് എന്റെ സഹോദര, പേടിച്ചു പോകരുത്. മരണത്തെ സന്തോഷത്തോടു കൂടി നേരിടാൻ നമുക്കാവണം, സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതാണ് നാം ശ്രമിക്കേണ്ടത്. അതിനെയാണ്, മരണത്തെ തോൽപ്പിക്കാനല്ല. ഇതിനർത്ഥം രോഗം വന്നാൽ ചികിത്സിക്കേണ്ട എന്നല്ല. പരമാവധി ചികിത്സിച്ചോ. ഓരോ രോഗവും സഹോദര, മരണത്തിലേക്കുള്ള തന്റെ കാൽവെപ്പുകൾ തനിക്ക് പറഞ്ഞു തരുന്ന ഭീകരമായ മാരകമായ രോഗങ്ങൾ വന്നാൽ പേടിച്ചു പോകരുത്. റബ്ബ് നമുക്ക് നൽകുന്ന സന്ദർഭമാണ്, പശ്ചാത്തപിക്കാനുള്ള സന്ദർഭം, തിരിച്ചു പോകാനുള്ള സന്ദർഭം. ആ സന്ദർഭം പരമാവധി ചൂഷണം ചെയ്യുക, ഉപയോഗിക്കുക. അതാണ് വേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള രണ്ടാമത്തെ അടയാളം, അൻ യകൂന ഉൻസുഹു ബിൽ ഖൽവതി വ മുനാജാതുല്ലാഹി തആല വ തിലാവതു കിതാബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ റബ്ബുമായി ഒഴിഞ്ഞിരിക്കാൻ, ആ ഒഴിഞ്ഞിരിക്കുന്നതിൽ നമുക്കൊരു ഒരു സുഖം തോന്നുന്നുണ്ടോ? റബ്ബുമായി ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒരു സുഖം, റബ്ബിന് ദിക്ർ ചെല്ലാൻ വേണ്ടി, റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കാൻ. കഴിഞ്ഞ വിഷയം നമ്മൾ പഠിച്ചല്ലോ. റബ്ബിനെ കുറിച്ച്, റബ്ബിന്റെ സൃഷ്ടികളെ കുറിച്ചും സൃഷ്ടിപ്പിനെ കുറിച്ചും ചിന്തിച്ചാലോചിച്ച് അവയെക്കുറിച്ച് ഗവേഷണം നടത്തി, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത പരിശുദ്ധനായ നാഥൻ തന്നെ എന്ന് പറഞ്ഞ് പടച്ച റബ്ബിനെ ഓർത്തിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ? വതിലാവതു കിതാബിഹി, ആ റബ്ബിന്റെ ഗ്രന്ഥം ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് ആ റബ്ബിന്റെ വാക്കുകൾ പാരായണം ചെയ്യാൻ സ്നേഹിക്കുന്നവൻ ഒരു കത്തയച്ചാൽ, സ്നേഹിക്കുന്നവൾ ഒരു കത്തയച്ചാൽ, അവളൊരു എഴുത്തെഴുതിയാൽ ആ എഴുത്ത് മാറോടടക്കിപ്പിടിച്ച് അതിനെ ആവോളം ചുംബിച്ചാസ്വദിച്ച് വായിച്ച് വീണ്ടും വീണ്ടും വായിച്ച് എത്ര വായിച്ചാലും കൊതി തീരാത്ത ആ കത്തുകൾ, ആ എഴുത്തുകൾ. ചിന്തിക്ക് സഹോദര, സ്നേഹിക്കേണ്ടത് റബ്ബിനെയാണെങ്കിൽ റബ്ബിന്റെ കലാമായ, റബ്ബിന്റെ സംസാരമായ വിശുദ്ധ ഖുർആൻ മാറോടണക്കിപ്പിടിച്ച് അതിനെ ചുംബിച്ച് അത് വായിച്ച് വീണ്ടും വീണ്ടും വായിച്ച് രസിച്ച് അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകുന്നുണ്ടോ? സ്നേഹിക്കുന്നവനെ കുറിച്ചുള്ള ദിക്ർ, സ്നേഹിക്കുന്നവനെ കുറിച്ചുള്ള സ്മരണ എന്തൊരു സന്തോഷമാണല്ലേ! സ്നേഹിക്കുന്നവനെ കുറിച്ച് ഓർക്കാൻ എന്തൊരാഹ്ലാദമാണല്ലേ! എങ്കിൽ സഹോദര, റബ്ബിനെ നാം ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ ഈ സ്മരണ നമുക്ക് ആവേശമുണ്ടാകണം. ആ സ്മരണ നമ്മുടെ മനസ്സിന് കുളിർമയേകണം. ആ രൂപത്തിൽ മനസ്സിന് സമാധാനമുണ്ടാക്കാൻ സാധിക്കണം. ആ രൂപത്തിൽ
രൂപത്തിൽ ആ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ട പടച്ച റബ്ബിനെ കുറിച്ച് ആലോചിച്ച് സ്മരിച്ച് അവന്റെ കലാമുകൾ പാരായണം ചെയ്ത് ആവർത്തിച്ച് വായിച്ച് മനസ്സിന് സമാധാനമുണ്ടാക്കാൻ സാധിക്കണം. സ്നേഹിക്കുന്നവരുടെ വാക്കുകൾ വായിച്ചാൽ മനസ്സിന് സമാധാനമുണ്ടാകുന്നത് പോലെ നമുക്ക് സമാധാനമുണ്ടാക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്. യഥാർത്ഥത്തിലുള്ള മനസ്സിന്റെ സമാധാനവും സന്തോഷവും കണ്ണിന്റെ കുളിർമയും നാം യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ട അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴും സ്മരിക്കുമ്പോഴുമായിരിക്കണം. അങ്ങനെയായാൽ റബ്ബിന്റെ കൽപ്പനകൾ നമുക്ക് മുമ്പിൽ എളുപ്പമാകും. അതാണ് വേണ്ടത്. നമുക്കറിയാം, റബ്ബ് സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥത്തിൽ നാം സ്നേഹിക്കുകയാണെങ്കിൽ റബ്ബിന് നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം റബ്ബ് നമുക്ക് എളുപ്പമാക്കി തരും. അതാണ് റബ്ബിന്റെ മര്യാദ. പക്ഷേ ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നേക്കാം. നമുക്കൊക്കെ പലപ്പോഴും തോന്നാറുള്ള ഒരു പ്രയാസം, റബ്ബിന്റെ പല കൽപ്പനകളും നിർബന്ധമായി ചെയ്യേണ്ട പല കൽപ്പനകളും ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. അതിനെന്തോ അറിയില്ല, അതിനൊരു മടി വരുന്നു, അലസത വരുന്നു. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അത് റബ്ബിന്റെ സ്നേഹമില്ല എന്നറിയാനുള്ള അടയാളമാണോ? നാം പരിശോധിക്കേണ്ടതാണ് സഹോദരങ്ങളെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത, ഇമാം അൽബാനി സഹീഹാണെന്ന് പറഞ്ഞ ഹദീസ്, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ അത്വീബു വന്നിസാ വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ, എനിക്ക് ഇഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു, മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന്, മിനദ് ദുനിയാ അത്വീബു വന്നിസാ, അത്തറും നല്ല സുഗന്ധവും അതുപോലെ തന്നെ സ്ത്രീയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാര്യം തുറന്നു പറയുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും ഇത് രണ്ടും. ഏത്? നല്ല സുഗന്ധവും നല്ല പെണ്ണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. പക്ഷേ അവിടെ നിർത്തിയില്ല. ഇഷ്ടം, സ്നേഹം, ഇതൊക്കെ പെണ്ണിനോടും സുഗന്ധത്തോടും നല്ലതിനോടൊക്കെ ഒക്കെ ആകാമെന്നാണ് തിരുമേനി പഠിപ്പിച്ചത്. തുടർന്ന് പറഞ്ഞ വാചകം, വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, പക്ഷേ എന്റെ കണ്ണിന്റെ കുളിർമ നിശ്ചയിച്ചിട്ടുള്ളത് ഫിസ്സലാ, അത് നമസ്കാരത്തിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ വാചകം നിങ്ങൾ കേൾക്കുക. ഫജഅലൻ നിസാഉ വത്വീബു മിമ്മാ യുഹിബ്ബുഹു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എനിക്ക് പെണ്ണും അത്തറും ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പറഞ്ഞത് വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിലാണ് എന്റെ കണ്ണിന്റെ കുളിർമ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ ഈ ഖുർറത്തുൽ ഐൻ എന്ന് പറയുന്നത് ഫൗഖൽ മഹബ്ബ, സ്നേഹത്തെക്കാൾ ഉന്നതമായ ഒരവസ്ഥയാണ്. കൺകുളിർമ എന്ന് പറയുന്നത് സ്നേഹത്തെക്കാൾ ഉന്നതമായ അവസ്ഥയാണ്. ഫജഅലൻ നിസാഉ വത്വീബു മിമ്മാ യുഹിബ്ബുഹു, പെണ്ണും സുഗന്ധവും സ്നേഹിക്കപ്പെടേണ്ട, ഇഷ്ടപ്പെടേണ്ടതാക്കി പടച്ച റബ്ബ് മാറ്റിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അപ്രകാരമാണ്. പക്ഷേ ഫഅഖ്ബറ, പിന്നീട് അദ്ദേഹം പറയുന്നത്, അന്ന ഖുർറത്തുൽ ഐൻ, മനസ്സിന്റെ കുളിർമ, സ്നേഹത്തിന്റെ അങ്ങേയറ്റം അതാണല്ലോ മനസ്സിന് കുളിർമ നൽകുക, കണ്ണിന് കുളിർമ നൽകുക എന്ന് പറഞ്ഞാൽ അല്ലതീ യത്മഇന്നുൽ ഖൽബ്, തന്റെ മനസ്സിന് സമാധാനം നൽകുന്നത് ബിൽ വസൂലി ഇലൈഹാ, അതിലേക്ക് എത്തിയാലാണ്, വമഹ്ലു ലദ്ദതിഹി വഫറഹിഹി വസുറൂരിഹി, യഥാർത്ഥത്തിലുള്ള സന്തോഷവും ആഹ്ലാദവും അനുഭൂതിയും ഒക്കെ അതിലാണ്. അതേതിലാ? വജുഇലത് ഖുർറത്തു ഐനി ഫിസ്, അതേതാണ്? അത് നമസ്കാരമാണ്. ഏതാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്? അല്ലതി ഹിയ സിലതുൻ ബില്ലാഹ്, റബ്ബുമായുള്ള ബന്ധമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ റബ്ബുമായുള്ള നിരന്തരമായ വർത്തമാനമാണ്, സംസാരമാണ്, മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണെന്ത്? നമസ്കാരം. ചിന്തിച്ചു നോക്കെന്റെ സഹോദര, നാം ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുമായി നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെന്താണ്? ആനന്ദമാണ്. അത് തന്നെയാണ് തിരുമേനി പറഞ്ഞത്, വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ. നമുക്കും അങ്ങനെയാകണം. നമസ്കാരത്തിലേക്ക് നിന്നാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട റബ്ബുമായുള്ള സംഭാഷണമാണിത്, ബന്ധമാണിത്. അതുകൊണ്ട് എന്റെ മനസ്സിന് ഏറ്റവും കുളിർമയുണ്ടാകേണ്ട, സമാധാനമുണ്ടാകേണ്ട, സന്തോഷമുണ്ടാകേണ്ട, സായുജ്യമുണ്ടാകേണ്ട, ആനന്ദമുണ്ടാകേണ്ട, ആഹ്ലാദം
ആഹ്ലാദമുണ്ടാകേണ്ട സന്ദർഭമാകണമേത്? നമസ്കാരം. അതാണ് വജുഇലത്ത് ഖുർറത്ത് ഐനി ഫിസ്സലാ. ഇതാണ് റബ്ബുമായുള്ള ബന്ധം. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുമായി നാം സംസാരത്തിലേർപ്പെട്ടാൽ എല്ലാം മറക്കാറില്ലേ? അല്ലേ? പരിസരം മറന്നുപോകും. ഞാൻ പരിസരം മറന്നുപോയി എന്നാ പറയല്. സമീപത്തുണ്ടായ ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. എന്താ? എന്റെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുമായാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വർത്തമാനം പറയുന്നത്, സംസാരിക്കുന്നത്. സഹോദര, ഈ ഒരവസ്ഥയിലേക്ക് നമുക്കെത്തണം. അപ്പോൾ റബ്ബ് തീർച്ചയായും നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരും. അതിന് നമുക്ക് സാധിക്കണം. അതിനുള്ള ശ്രമമായിരിക്കണം നാം ഉണ്ടാകേണ്ടത്. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതേതാണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും മനുഷ്യന് തോന്നും, അങ്ങനെയാണെങ്കിൽ ഞാൻ റബ്ബിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് പോലും ഈ പലപ്പോഴും റബ്ബിന്റെ നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കാത്ത ഘട്ടം വരുന്നുവല്ലോ, സന്ദർഭം വരുന്നല്ലോ. ഒരു ഉദാഹരണം പറയാം. ഫജ്ർ നമസ്കരിക്കാൻ നമുക്ക് പറ്റാത്ത അവസ്ഥ. നമസ്കാരം എന്നതാണ് ഏറ്റവും റബ്ബിന് ഇഷ്ടമുള്ള കർമ്മമെന്ന് നാം ഈ സംസാരത്തിലൂടെ മനസ്സിലാക്കിയില്ലേ? എന്നാലോ ഫജ്ർ നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം തുടങ്ങുന്ന ഒന്നാമത്തെ ദിവസം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുമായി വർത്തമാനം പറയാൻ സന്ദർഭം കിട്ടിയാൽ അത് ഒഴിവാക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. ഏതുപോലെയായിരിക്കും ആ സംസാരം പറയാനുള്ള അവസരത്തിലേക്ക്, സന്ദർഭത്തിലേക്ക് നാം വരിക? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് മനോഹരമായാണ്. ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് വെള്ളം താഴേക്ക് എപ്രകാരം ഒഴുകുന്നുവോ അപ്രകാരം ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, എളുപ്പത്തോടെ ഓടി വരുമല്ലേ? ശരി, അപ്രകാരം ഓടി വരാൻ നമുക്കും സാധിക്കും. അപ്രകാരം ഏത് കർമ്മത്തിലേക്കും ഓടാനെത്താൻ നമുക്കും സാധിക്കും. എങ്ങനെയാണെന്നോ നാം കുറച്ച് അധ്വാനിക്കേണ്ടതുണ്ട്, പ്രയാസപ്പെടേണ്ടതുണ്ട്. അതാണ് സലഫു സാലിഹീങ്ങൾ പഠിപ്പിച്ചത്. കാബത്തു നഫ്സി ഫീ ഖിയാമിൽ ലൈലി 20 സന. 20 വർഷം നിരന്തരമായി ഖിയാമുൽ ലൈലിന് വേണ്ടി ഞാൻ എന്റെ മനസ്സിനെ പീഡിപ്പിക്കുകയായിരുന്നു, ശക്തമായി നിർബന്ധിക്കുകയായിരുന്നു. വതലദ്ദതു ബിഹി ബഖിയത ഉംരി. ആ 20 വർഷം നിരന്തരമായി ഞാൻ എന്റെ മനസ്സിനെ, എന്റെ ശരീരത്തെ ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി കഠിനമായി നിയന്ത്രിച്ച് പ്രയാസപ്പെടുത്തിയപ്പോൾ വതലദ്ദതു ബഖിയത ഉംരി, എന്റെ ബാക്കിയുള്ള ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഒരു അനുഭൂതിയോടുകൂടിയാണ് അത് നിർവഹിക്കുന്നത്. തലദ്ദതു ബഖിയത ഉംരി. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്ന് കിട്ടുന്ന സുഖമാണ്. ആ സുഖം, ആ അനുഭൂതിയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നാണ് സലഫ് സാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, എപ്പോഴെങ്കിലും റബ്ബിന്റെ നിർബന്ധമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് നമുക്ക് പ്രയാസമോ മടുപ്പോ മാനസികമായ ബുദ്ധിമുട്ടോ വരുന്നുവെങ്കിൽ മനസ്സിനെ പീഡിപ്പിക്കുക. എന്തിനു വേണ്ടി? ഒരു സുഖത്തിന് വേണ്ടി. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഏറ്റവും നാം സ്നേഹിക്കുന്ന ഒരാളെ കാണാൻ, ഒരാളെ കണ്ടുമുറ്റാൻ, അയാളെ ആശ്ലേഷിക്കാൻ, അയാളുമായി ഒരു നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടാൻ, ഒരു കുന്നോ ഒരു കുഴിയോ ഒരു യാത്രയോ ഒരു മുറിച്ചു കിടക്കലോ എന്ത് വേണമെങ്കിലും അത് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നത് പോലെ അതിന്റെ അവസാനം അക്കരെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതയെ എനിക്ക് കാണാൻ, കണ്ടുമുട്ടാൻ സന്ദർഭം കിട്ടുമല്ലോ എന്ന ചിന്ത മനസ്സിന് സുഖം നൽകാറില്ലേ? ആ സുഖത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ പരിപൂർണമായി റബ്ബിനെ നാം സ്നേഹിക്കുന്നു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കുക. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ സ്നേഹം ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. യഥാർത്ഥ രൂപത്തിൽ അവനെ സ്നേഹിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.